നമസ്കാരം. ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മലമ്പുഴയിൽ സ്കൂൾ വിദ്യാർത്ഥി അധ്യാപകൻ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിക്കെതിരെ കൂടുതൽ വിദ്യാർത്ഥികൾ. നിലവിൽ CWCയുടെ കൗൺസിലിംഗിൽ 7 വിദ്യാർത്ഥികൾ മൊഴി നൽകി. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് CWC. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ കുരുക്കുമുറുകുന്നു. ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രിയെ പ്രതി ചേർക്കും. ചൊവ്വാഴ്ച കോടതിയിൽ റിപ്പോർട്ട് നൽകും. തന്ത്രി ദേവസ്വം മാനുവൽ ലംഘനത്തിന് കൂട്ടുനിന്നെന്ന് കണ്ടെത്തൽ. സ്വർണം പൂശിയതിൽ തന്ത്രിക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്നും SIT കണ്ടെത്തി. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തന്ത്രി ആശുപത്രിയിലേക്ക് മാറ്റി. തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ നിന്ന് SIT പരിശോധന. പ്രതിഫലം വാങ്ങിയതിന് പിന്നാലെ ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നയാളെന്നും കണ്ടെത്തൽ. ശമ്പളം കൈപ്പറ്റുന്നതിനാൽ ദേവസ്വം സ്വത്ത് സംരക്ഷിക്കാൻ തന്ത്രി ബാധ്യസ്ഥൻ. കേസ് എടുത്തതിന് പിന്നാലെ നടപടി വേഗത്തിലാക്കാൻ ED പ്രധാന പ്രതിയടക്കമുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങും. നഷ്ടത്തിന്റെ ആകെ മൂല്യം കണക്കാക്കി പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനും നടപടി തുടങ്ങും. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ ഉറച്ച് K ബാലൻ. ജമാഅത്തെ ഇസ്ലാമി അയച്ച വക്കീൽ നോട്ടീസ് ലഭിച്ചെന്നും മാപ്പ് പറയാൻ മനസ്സില്ലെന്നും പ്രതികരണം. നോട്ടീസിൽ പറയുന്നത് വസ്തുതാവിരുദ്ധം. ജയിലിൽ പോകേണ്ടി വന്നാൽ സന്തോഷത്തോടെ പോകുമെന്നും K ബാലന്റെ പ്രതികരണം. തിരുവനന്തപുരം വണ്ടൂർക്കോടത്ത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ റോഡിൽ വീണ് അപകടം. യുവാവ് മരിച്ചു. അപകടം പുലർച്ചെ 3 മണിയോടെ. പാലക്കാട് മലമ്പുഴയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ അധ്യാപകൻ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിക്കെതിരെ കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്തെത്തി. നിലവിൽ CWCയുടെ കൗൺസിലിംഗിൽ 7 വിദ്യാർത്ഥികളാണ് അധ്യാപകനെതിരെ മൊഴി നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി കാഞ്ചന ചേരുന്നുണ്ട്. കാഞ്ചന, 7 വിദ്യാർത്ഥികൾക്ക് സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടായെന്നാണ് പറയുന്നത്. ഇവർ പരാതി നൽകാൻ തയ്യാറാണോ? ഇവരുടെ മാതാപിതാക്കളെയൊക്കെ വിളിച്ചു വരുത്തി ഈ കേസിൽ സഹകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നിലവിലെ ഒരു സാഹചര്യവും അന്തരീക്ഷവും? മേഘ, കഴിഞ്ഞ വർഷം 2025 നവംബർ 29-നാണ് അധ്യാപകൻ കോട്ടയത്തേക്ക് കുട്ടിയെ വിളിച്ചു വരുത്തി മദ്യം നൽകി പീഡിപ്പിച്ചത്. അത് ക്രൂരമായി പീഡിപ്പിച്ചത്. പ്രകൃതി വിരുദ്ധ പീഡനമാണ് നടത്തിയത്. അതിനുശേഷം ഈ ഒരു കാര്യം 1.5 മാസം മുമ്പാണ് ഈ കാര്യം നടക്കുന്നത്. പക്ഷേ ഇത് പുറം ലോകം അറിയുന്നത് 1.5 മാസങ്ങൾക്ക് ഇപ്പുറമാണ്. ഈ ജനുവരി 5 കൂടിയാണ് പുറം ലോകം ഈ കാര്യം അറിയുന്നത് തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യം അറിഞ്ഞിരുന്നിട്ടും സ്കൂൾ അധികൃതർ അറിഞ്ഞിരുന്നിട്ടും ഇതിനെതിരെ അവർ നടപടി എടുത്തിട്ടില്ലായിരുന്നു. അതിനുശേഷമാണ് ഇത് പുറം ലോകം അറിയുന്നതും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വിധേയമാവുന്നതും ഒക്കെ തന്നെയാണ്. പിന്നെ അധ്യാപകനെ അറസ്റ്റ് ചെയ്യുകയും സ്കൂൾ അധികൃതർക്ക് നേരെ നടപടിയെടുക്കുകയും മറ്റ് കാര്യങ്ങളും നടന്നിരുന്നു. അതിനുശേഷം മുന്നോട്ടുള്ള ഇതിനു ശേഷമാണ് കുട്ടികളെ, അതായത് കൂടുതൽ കുട്ടികളെ CWC കൗൺസിലിംഗിന് വിധേയമാക്കുന്നത്. കൗൺസിലിംഗിന് വിധേയമാക്കിയ സമയത്ത് 2 ദിവസം മുന്നേ ആയിട്ട് 5 കുട്ടികളാണ് അധ്യാപകനെതിരെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ തെളിഞ്ഞ കാര്യമായിരുന്നു, അധ്യാപകന്റെ ഫോൺ പരിശോധന നടത്തിയപ്പോൾ അതിൽ കൂടുതൽ കുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഇന്ന് വരുന്നത് നിലവിലെ കണക്കെന്ന് പറഞ്ഞാൽ 7 കുട്ടികളാണ്. 7 കുട്ടികൾക്കെതിരെയാണ് 7 കുട്ടികളാണ് അധ്യാപകനെതിരെ നിലവിലെ മൊഴി നൽകിയിരിക്കുന്നത്. ഈ കുട്ടികൾക്കെതിരെയും അതിക്രൂരമായിട്ടുള്ള പ്രകൃതിവിരുദ്ധ പീഡനങ്ങൾ അധ്യാപകൻ നടത്തി എന്നതിന്റെ തെളിവും പുറത്തു വരുന്നുണ്ട്. ഇവരെല്ലാം അധ്യാപകനെതിരെ മൊഴി നൽകുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് CWC ചെയർമാൻ N. സേതുമാധവൻ കൂടുതൽ കുട്ടികളെ കൗൺസിലിംഗിന് വിധേയമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. CWCയുടെ കൗൺസിലർമാരുടെ മുഴുവൻ സമയവും സേവനങ്ങളും സ്കൂളിൽ ഏർപ്പെടുത്തുമെന്നും ആദ്യഘട്ട കൗൺസിലിംഗിൽ തന്നെ 7 കൂടുതൽ വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരിക്കുകയാണ്.
ZWC വീണ്ടും ഈ വിദ്യാർത്ഥികളോട് മൊഴി എടുത്തിരുന്നു. 5 കുട്ടികളുടെ ഇത് ക്രൂരമായിട്ടുള്ള രീതിയിലാണ് പീഡനം നടത്തിയിട്ടുള്ളത് എന്ന് കുട്ടികൾ മൊഴി നൽകിയിരിക്കുന്നു. നിലവിൽ മൊഴി നൽകിയ 6 വിദ്യാർത്ഥികളും അതായത് 6 കൂടുതൽ വിദ്യാർത്ഥികളും ZWCയുടെ കാർഡിയൽ സുരക്ഷ ഏർപ്പെടുത്തുമെന്നും ഗൗരവമായ പരാതി മുന്നോട്ട് നൽകിയിട്ടുണ്ടെന്നും പോലീസ് ഇത് കൈമാറിയിട്ടുണ്ടെന്നും എൻ സേതുമാധവൻ പറഞ്ഞു. ഇനിയും കൂടുതൽ കുട്ടികളെ, സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഇതിന് കൂടുതൽ കുട്ടികളും, അതായത് ജെൻഡർ വ്യത്യാസമില്ലാതെ തന്നെ മുഴുവൻ കുട്ടികളെയും ഇതിന് വിധേയമാക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്ന വിവരം. മേഘ, ശരി, ഈ കാൻസറിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കൂടുതൽ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സമാന രീതിയിലൊക്കെ തന്നെ അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായി എന്നാണ് ഈ വിദ്യാർത്ഥിനികളൊക്കെ പറയുന്നത്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇങ്ങനെയൊരു വിഷയം, അതും വിദ്യാർത്ഥികളാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, മൈനർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, ഇവർക്ക് നേരെ അധ്യാപകൻ്റെ ഭാഗത്തു നിന്നും അതിക്രൂരമായിട്ടുള്ള സമീപനം ഉണ്ടായിരിക്കുന്നു. മദ്യം നൽകി തന്നെ വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുന്നു. അതിന് പിന്നാലെ ഇതാ മറ്റു വിദ്യാർത്ഥികളും രംഗത്തെത്തിയിരിക്കുകയാണ്. CWCയുടെ കൗൺസിലിങ്ങിനിടെയാണ് ഈ കുട്ടികളൊക്കെ തന്നെ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അധ്യാപകനെതിരെ കൂടുതൽ ഗുരുതരമായിട്ടുള്ള മൊഴികൾ ഉണ്ടായിരിക്കുകയാണ്. ഇതിനെതിരെ ആരും പരാതി നൽകാൻ എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ തുനിഞ്ഞിട്ടുണ്ടോ മുതലായ കാര്യങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഏതായാലും ഇവരും കൂടെ, അല്ലെങ്കിൽ ഇപ്പോൾ 7 പേരെയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്, ഇവരും കൂടെ പരാതി നൽകുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും ഈ ഒരു കേസിന് അത് വളരെ ഗുണം ചെയ്യുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ മാതാപിതാക്കളുടെയും ഈ കുട്ടിയുടെയും സമ്മതം വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന ഈ 7 മൊഴികളിൽ മറ്റുള്ളവരും ഇനിയും ഭാഗമാകുമോ അല്ലെങ്കിൽ കൃത്യമായിട്ട് പരാതി നൽകുമോ മുതലായ കാര്യങ്ങൾ അറിയില്ല. ഏതായാലും ഒരു അധ്യാപകനാണ് തൻ്റെ വിദ്യാർത്ഥിയെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നത്. ശരിക്കും നമ്മൾ ജീവിക്കുന്നൊരു സാഹചര്യം അടക്കം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ എന്ത് വിശ്വസിച്ചാണ്, നമുക്കറിയാം കുട്ടികളൊക്കെ തന്നെ ഒരുപാട് സമയം ചെലവഴിക്കുന്ന സ്ഥലം തന്നെയാണ് സ്കൂള്. ഇവിടെ ഒരു കുട്ടികളുടെ സുരക്ഷയ്ക്കടക്കം ചോദ്യം ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് അംഗം ശ്രീമതി ഗൗജ വിജയകുമാർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗൗജ, 7 വിദ്യാർത്ഥികൾ കൂടെ സമാന രീതിയിൽ അധ്യാപകനെതിരെ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവർ പരാതി നൽകാൻ തയ്യാറാണോ? അവരോടൊന്നും സംസാരിക്കാനുണ്ട്. അത് നമ്മളത് തൽക്കാലം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അധ്യാപകനെതിരെ നടപടി സ്കൂൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അവരത് റിപ്പോർട്ട് ചെയ്യാൻ വൈകിയതാണ് പ്രശ്നം. അധ്യാപകൻ നിലവിൽ പുറത്താക്കിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. ഈ കുട്ടികളിപ്പം 7 പേരെ CWC ചോദ്യം ചെയ്തതിൽ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചതിൽ നിന്നാണ് 7 വിദ്യാർത്ഥികൾ സമാന അനുഭവം ഉണ്ടായിട്ടെന്ന് പറയുന്നത്. അപ്പോൾ മറ്റു കുട്ടികളിലൊക്കെ തന്നെയും അവരെ കൗൺസിലിംഗിന് വിധേയമാക്കിയിട്ടുണ്ടോ? എന്താണ് അറിയാൻ സാധിക്കുന്നത്? വിധേയമാക്കാനുള്ള കാര്യങ്ങളുമായിട്ട് സ്കൂൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ ചെറിയ കുട്ടികളിലേക്ക് എത്തിയിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത, അധ്യാപകൻ്റെ ഒരു നല്ല പേരുള്ള ഒരാളായിരുന്നു. ഇത്തരത്തിലുള്ളൊരു അനുഭവം ആ അധ്യാപകനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വലിയ ഞെട്ടലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളാണ് ഇപ്പോൾ അവർക്ക് ഈ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഗൗജ, ഏതൊക്കെ ക്ലാസ്സിലെ കുട്ടികളാണ് ഇപ്പോൾ അധ്യാപകനെതിരെ മൊഴി നൽകിയിരിക്കുന്നത്? പഞ്ചായത്ത് അംഗം ഗൗജ വിജയകുമാർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ അധ്യാപകനെ കുറിച്ച് തന്നെയാണ് ഗൗജ അടക്കം പറയുന്നത്. കാരണം ഇതുപോലുള്ള അല്ലെങ്കിൽ നല്ലൊരു ആളുകളുടെയൊക്കെ മുന്നിൽ നല്ലൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അയാളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അയാൾ പുറത്ത് കാണുന്ന വിധത്തിലുള്ളൊരു മനുഷ്യനായിരുന്നില്ല എന്നുള്ളൊരു കാര്യം ഞെട്ടലോടെയാണ് പഞ്ചായത്ത് അടക്കം കേൾക്കുന്നത്. ഏതായാലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ശക്തമായ ഒരു നിലപാട് തന്നെയാണ്. സ്കൂൾ അധികൃതർ അയാളെ പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തയൊക്കെ പുറത്തു വരുന്നു. പക്ഷേ ചില ചോദ്യങ്ങൾ അവിടെ ബാക്കിയാവുകയാണ്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ കുട്ടികളെ നമുക്കറിയാം സ്കൂളുകളിലൊക്കെ തന്നെയും കൗൺസിലിംഗ് അത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നൽകേണ്ടതാണ്. അതേപോലെ പല കാര്യങ്ങളും കുട്ടികൾ ഈ കൗൺസിലിങ്ങിലൂടെയൊക്കെയാണ് പുറം ലോകം അറിയുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടികളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തു വരുന്നതൊക്കെ തന്നെയും അത് പുറത്ത് കൊണ്ടുവരേണ്ടതടക്കം ആ സ്കൂളിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതാ ഏറെ വൈകിപ്പോയി എന്നതാണ് മനസ്സിലാകുന്നത്. 7 വിദ്യാർത്ഥികൾ കൂടിയാണ് തങ്ങൾക്ക് സമാന അനുഭവം ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം വലിയൊരു കേസ് തന്നെയാണ്. കാരണം ഇയാൾ എത്ര വർഷം മുൻപാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. കുട്ടികളെയൊക്കെ തന്നെയും പ്രകൃതി വിരുദ്ധമായിട്ടൊക്കെ തന്നെയും ശാരീരികമായിട്ട് ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. മദ്യം നൽകി കുട്ടികളെയൊക്കെ തന്നെയും
ശാരീരികമായി ഉപദ്രവിക്കുന്നു. ഒരു അധ്യാപകനൊക്കെ തന്നെയും നിരക്കാത്ത കാര്യങ്ങളാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഒരു കുട്ടിയുടെ പരാതിയാണ് ലഭിച്ചിരിക്കുന്നത്. 7 പേര് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവർ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ മുതലായ കാര്യങ്ങളൊന്നും തന്നെ അറിയുന്നില്ല. അതൊക്കെ തന്നെയും നൽകേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. കാരണം പരാതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് മുന്നോട്ട് പോകൂ. ഇയാൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെങ്കിൽ പരാതി ലഭിച്ചേ പറ്റൂ. പക്ഷേ ഈ മാതാപിതാക്കൾ, അതേപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ, അവരാണ് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ, അവരാണ് തീരുമാനിക്കേണ്ടത്. ഇനി ഒരു പക്ഷേ മാതാപിതാക്കളുടെയൊക്കെ തന്നെ ഒരു സമ്മർദ്ദത്തിലൂടെ ഒക്കെ തന്നെയും പരാതിയുമായി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അത് ഈ അധ്യാപകന് അയാളെ പെട്ടെന്ന് തന്നെ നിയമത്തിൻ്റെ വലയത്തിൽ നിന്നൊക്കെ തന്നെയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു പോകാൻ കാരണമാകും. അതൊരിക്കലും അനുവദിച്ചുകൂടാ. ഉറപ്പായിട്ടും പരാതി നൽകേണ്ടവർ നൽകേണ്ടത് തന്നെയാണ്. എന്നാൽ മാത്രമേ ഈ അധ്യാപകനെ അയാൾ കൃത്യമായിട്ട് നിയമ സംവിധാനത്തിലൂടെ പോകാൻ സാധിക്കൂ. പരാതിയില്ലെങ്കിൽ ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഏറെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തൻ്റെ വിദ്യാർത്ഥികളെ ഒരു അധ്യാപകൻ ശാരീരികമായിട്ട് പീഡിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ CWCയുടെ കൗൺസിലിങ്ങിലൂടെ 7 വിദ്യാർത്ഥികളാണ് അധ്യാപകനെതിരെ മൊഴി നൽകിയത്. കാഞ്ചന തുടരുന്നുണ്ട്. കാഞ്ചന, എങ്ങനെയാണ് ഈ വിദ്യാർത്ഥി ഈ വിവരം പുറം ലോകത്തേക്ക് അറിയിച്ചത്? മുൻപ് കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് എല്ലാവരും ഇക്കാര്യം അറിഞ്ഞത്? മേഘ, ഇത് സംഭവ ദിവസം, അതായത് 5-ാം തീയതി തലേ ദിവസമായിട്ട് കുട്ടിയുടെ സഹപാഠിയോട് ഈ വിവരം പറയുകയായിരുന്നു. അങ്ങനെയാണ് ഈ വിവരം പുറം ലോകം അറിയുന്നത് തന്നെ. അതിനുശേഷമാണ് ഇത് വലിയ രീതിയിൽ മാധ്യമങ്ങളും അല്ലെങ്കിൽ പോലീസും സന്നാഹങ്ങളും എല്ലാം ഇത് മുന്നോട്ട് കൊണ്ടുപോയതും കേസെടുക്കുകയും അധ്യാപകനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം CWC സ്ഥലത്തെത്തി കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുകയായിരുന്നു. അതിലാണ് ഇങ്ങനെ കൂടുതൽ കുട്ടികളും ഇതിന്, അതായത് പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന കാര്യം പുറം ലോകം അറിയുന്നത് തന്നെ. അതിനുശേഷം, അതായത് തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം AEO സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു അധ്യാപകന്. അതിനു മുന്നേ അധ്യാപകൻ രാജിവച്ചിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്റെ സമ്മതപ്രകാരമല്ല, സ്കൂള് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ളൊരു കാര്യം. തുടരുക. ഇപ്പോൾ ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ PN സന്ദീപ് കൂടെ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ഡോക്ടർ, വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നു. ഇപ്പോഴിതാ 7 വിദ്യാർത്ഥികൾ കൂടെ അധ്യാപകനെതിരെ മൊഴി നൽകിയിരിക്കുകയാണ്. ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിക്കുകയാണ്. നമുക്കറിയാം, കുട്ടികളൊക്കെ തന്നെയും വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളിലാണ്. അവരുടെ വ്യക്തിവികാസത്തിന് അടക്കം വലിയ പ്രാധാന്യം ഉള്ള ഒരു ഇടം തന്നെയാണ് സ്കൂള്. അധ്യാപകരൊക്കെ തന്നെ അതിന് ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളാണ്. അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സമീപനം ഉണ്ടാകുമ്പോൾ എന്തും അവസ്ഥയിലായിരിക്കാം ഇവരൊക്കെ ഉള്ളത്. ഇവർ ശരിക്കും ഒരു ക്രിമിനലുകൾ തന്നെയല്ലേ? ഈ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മൾ ഈ വസ്തുതകളെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇത് ഏത് തരത്തിലുള്ള ഒരു കേസാണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ളതെന്ന് പറയുമ്പോൾ ഈ അധ്യാപകന്റെ പശ്ചാത്തലം, അധ്യാപകന്റെ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഹിസ്റ്ററി, എന്തെങ്കിലും മുൻപ് ക്രിമിനൽ കേസുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ, പോലീസ് കേസുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ അധ്യാപകരുടെ തന്നെയല്ല, ഏത് മേഖലയിലായാലും ജോലി എന്നുള്ളൊരു ഇത് കൊടുക്കുന്നതിന് മുൻപ് പോലീസ് വെരിഫിക്കേഷൻ കാര്യങ്ങൾ അത്തരത്തിലുള്ള പ്രക്രിയകളിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇപ്പൊ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് ഓരോ വ്യക്തിക്കും തന്റേതായിട്ടുള്ള സ്വഭാവ രൂപീകരണത്തിൽ ഉള്ള മാറ്റങ്ങൾ കുറെയൊക്കെ ഫോർമേഷൻസ് സംഭവിക്കാം എന്നുണ്ടെങ്കിലും ചിലർക്കൊക്കെ അത് സംഭവിക്കാതെ വരാം. അപ്പൊ ഇദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള പെഡോഫീലിയ പോലുള്ള കാര്യങ്ങൾ മുൻപുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളൊരു സൈക്കോളജിക്കൽ അസസ്മെന്റ് പഠനം നടത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഇതിനൊക്കെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. അങ്ങനെ അന്വേഷണം നടത്തിയാൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. പൊതുവെ ഇന്ന് അധ്യാപകര് പഴയകാല ആ ഒരു കൾച്ചറിൽ നിന്നും മാറി ആ അധ്യാപനത്തിന്റെ ഒരു എന്താ പറയാ പോസിറ്റീവ്നെസ്, വെർച്യു ഒക്കെ വിട്ടുപോകുന്നത് പലരിലും പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പഴയ കാലങ്ങളെ അപേക്ഷിച്ച്.
അപ്പോ അതൊക്കെ പരിശോധിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അദ്ദേഹത്തിന് എങ്ങനെയൊക്കെയായിരുന്നു, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. പൊതുവെ കൊച്ചുകുട്ടികളെ നേരെ വഴിക്കുന്ന, പ്രത്യേകിച്ച് 6-7 ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള ദുരനുഭവം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും അവരുടെ മനസ്സിനെ വളരെയധികം കുത്തിനോവിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ കുട്ടികളെ, ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് ഇരയായിട്ടുള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് നല്ലൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ കൊണ്ടുപോയി അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ്, റീഹാബിലിറ്റേഷൻസ് ഒക്കെ ചെയ്യണം ഉടനടി. ഇല്ലെങ്കിൽ അതൊരു ട്രോമയായി വളർന്ന് കുട്ടികളെ വല്ലാത്ത രീതിയിൽ അബ്നോർമലായിട്ട് തന്നെ അത് അഫക്റ്റ് ചെയ്യാൻ, ഇൻ ഫ്യൂച്ചർ അത് ചെയ്യാനുള്ള സാധ്യതയും വളരെയധികമാണ്. ഇത്തരത്തിലുള്ള അധ്യാപകര് ഉണ്ടാകാം നമ്മുടെ സമൂഹത്തിനിടയിൽ. അത് നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവിത ചരിത്ര പശ്ചാത്തലം കൂടെ മനസ്സിലാക്കിയാൽ മതിയാവും. അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ 100% നമുക്കറിയണമെന്നില്ല. എങ്കിലും ഒരു 70-75% ഇദ്ദേഹത്തിന്റെ വൾണറബിലിറ്റീസ് നമുക്ക് അറിയാനായിട്ട് കഴിയും. അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തി വേണം, അല്ലെങ്കിൽ അന്വേഷണങ്ങൾ നടത്തി വേണം, ഇൻവെസ്റ്റിഗേഷൻ പ്രോബ് ചെയ്ത് വേണം നമുക്ക് ഇനിയുള്ള കാലങ്ങളിൽ അധ്യാപകരെ നിയമിക്കാൻ. ഇത് വളരെയധികം മൂല്യശോഷണമാണ് അധ്യാപക സമൂഹത്തിന്റെ ഇടയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു സൂചന കൂടിയാണ് ഇത്. ഈ സ്കൂളുകളിലൊക്കെ തന്നെ കൃത്യമായിട്ട് കൗൺസിലിംഗ് ഒക്കെ തന്നെ അതൊക്കെ ലഭ്യമാണ്. പക്ഷേ ഒരു ഇടവേളകളിലൊക്കെ തന്നെ അത് എത്രത്തോളം എടുക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഈ ഒരു കേസ് അടക്കം നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കി തരുന്നത്. സ്കൂളുകളിലൊക്കെ തന്നെയും ഈ കൗൺസിലറിന്റെ സേവനം അത് ശരിക്കും എല്ലാ ദിവസവും വേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് തീർച്ചയായും. മാത്രമല്ല, ചില സ്ഥലങ്ങളിലെ ഈ കൗൺസിലർക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടോ എന്നുള്ളത്, അതായത് ചില സ്കൂളുകളിൽ, അത് പ്രൈവറ്റ് സ്കൂളുകളിലായാലും ഗവൺമെന്റ് സ്കൂളുകളിലായാലും വേണ്ടത്ര യോഗ്യതയുള്ളവരാണോ അവിടെ കൗൺസിലിങ്ങിന് ഇരിക്കുന്നത് എന്നുള്ളതും, കൗൺസിലർക്ക് വേണ്ടത്ര കോൺഫിഡൻഷ്യലായിട്ട് ഈ മാറ്റേഴ്സിനെ കീപ്പ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ലിബർട്ടി ലഭിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ വലിയ കാര്യമാണ്. ചിലയിടത്തൊക്കെ, ചില സ്കൂളുകളിൽ എനിക്കറിയാൻ കഴിഞ്ഞത്, ചില കൗൺസിലേഴ്സ് പറഞ്ഞിട്ടുള്ളത്, ആ കൗൺസിലിംഗ് നടത്തിയിട്ട് ഉള്ള അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിലെ കണ്ടന്റ് പ്രിൻസിപ്പാളിനെ അറിയിക്കണം, അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പാളിനെ അറിയിക്കണം എന്നുള്ള രീതിയിലൊക്കെ ചില പ്രിൻസിപ്പാൾമാരും മാനേജ്മെന്റും അങ്ങനെ സംസാരിച്ചതായിട്ട് അറിവുണ്ട്. അപ്പോ അത്തരത്തിലുള്ള ആ പ്രവണത അത് വളരെയധികം തെറ്റാണ്. അതായത് കൗൺസിലർ എന്ന് പറയുന്നത് അത് ഒരു ഓട്ടോണമസ് പേഴ്സൺ ആയിട്ട്, അതല്ലെങ്കിൽ ഒരു ഇതായിട്ട് നിൽക്കേണ്ട ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സെഗ്മെന്റ് ഷുഡ് ബി ആൻ ഓട്ടോണമസ് ബോഡി ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സ്കൂൾ എന്നുള്ള രീതിയിൽ അതിൽ ഒരാൾക്കും കൈ കടത്താനായിട്ട് പാടില്ല. അപ്പോ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൗൺസിലിംഗ് വളരെയധികം ഇന്നത്തെ കാലത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, ആരാണ് ഈ കൗൺസിലിംഗ് നടത്തുന്നത്, അത് അദ്ദേഹത്തിന്റെ യോഗ്യതയുണ്ട്. ഇതൊക്കെ അതുപോലെ തന്നെ ഈ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സ് നമ്മുടെ പേരൻസിനെ ആണ്, കൗൺസിലറും പേരൻസ് ആയിട്ടാണ് ഡയറക്റ്റ് കോണ്ടാക്ട് വേണ്ടത്. അല്ലാതെ പ്രിൻസിപ്പാളോ മറ്റ് ആരുമായിട്ടും പാടില്ല എന്നുള്ളതാണ് അതിന്റെ വെർച്യു എന്ന് പറയുന്നത്, അതിന്റെ മെറിറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിച്ചാൽ മാത്രമാണ് എഫക്റ്റീവ് ആയിട്ടുള്ള കൗൺസിലിംഗ് അവിടെ എന്ന് പറയാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഒരു ദിവസം എത്ര കുട്ടികൾ കൗൺസിലിങ്ങിന് വരുന്നു, പിന്നെ കൗൺസിലിങ്ങിന് വരുന്നവരെല്ലാവരും കുഴപ്പമുള്ളവർ എന്നുള്ള ആ കാഴ്ചപ്പാടും പാടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളവർ, പ്രശ്നങ്ങളില്ലാത്തവർക്കും ഒന്ന് ഇംപ്രൂവ്മെന്റിന് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിലും വരാം എന്നുള്ള രീതിയിലുള്ളതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെ വരുന്നു, ഏതൊക്കെ വരുന്നു എന്നുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കണം, ആ യോഗ്യത എടുക്കണം, ആരാണ് കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടി എടുക്കണം. അതൊക്കെ എടുത്ത് സമഗ്രമായി പരിശോധിച്ചാൽ മാത്രമാണ് എഫക്റ്റീവായിട്ടുള്ള കൗൺസിലിംഗ് ഓരോ സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. കൗൺസിലിംഗ് വളരെ നല്ല കാര്യമാണ്, തർക്കമില്ല. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഓഫ് ടീച്ചേഴ്സ് ഷുഡ് ബി done before appointment. That also should be there എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇല്ലെങ്കിൽ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള കേസസ് കുറെയൊക്കെ, ഇത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു എക്സ്പീരിയൻസിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ കുറെയൊക്കെ കേസസ് റിപ്പോർട്ടഡ് ആകാതെയും പോകുന്നുണ്ട്.
അപ്പൊ ഒരു 100 സംഭവിക്കുമ്പോൾ ഒരു 2 3 റിപ്പോർട്ടഡ് ആകുന്നുള്ളൂ. അപ്പൊ സമൂഹത്തെ പൊതുവിൽ നല്ലൊരു രീതിയിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ അതൊക്കെ ഈ നെഗറ്റീവ്നെസ് ഒക്കെ മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ സമഗ്ര മേഖലയിൽ സർക്കാരിന്റെയും അതുപോലെ തന്നെയുള്ള സന്നദ്ധ സംഘടനകളുടെയും വളരെ സൂക്ഷ്മമായിട്ടുള്ള ശ്രദ്ധ ഈ ഭാഗത്ത് വേണം എന്നാണ് പറയാൻ. ശരി, വളരെ നന്ദിയുണ്ട് ഡോക്ടർ പ്രതികരണത്തിന്. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ കൗൺസിലിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അത് കൃത്യമായിട്ടൊക്കെ അത് നമുക്കറിയാം ഈ കുട്ടികളൊക്കെ തന്നെയും മറ്റു കാര്യങ്ങളൊക്കെ ഒരാളോട് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള പ്രവർത്തനമായിരിക്കണം അവരുടെ പക്കൽ നിന്നുണ്ടാകേണ്ടത്. ഒരേ സമയം തന്നെ ഒരു കൗൺസിലർ ആകുന്നത് പോലെ ആ കുട്ടികളുടെ സുഹൃത്തായിരിക്കേണ്ടതും വളരെ അനിവാര്യം തന്നെയാണ്. എന്നാൽ മാത്രമേ ഈ കുട്ടികൾ ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയുള്ളൂ. ഏതായാലും ഈ ഒരു സംഭവത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പ്രധാനമായിട്ടും ഇത്രയും വലിയൊരു കേസ് തന്നെയാണ്. ഇത്രയും കുട്ടികളെയൊക്കെ തന്നെ ശാരീരികമായിട്ടൊക്കെ തന്നെയും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാകാവുന്നതാണ് എത്രത്തോളം വലിയൊരു കാര്യമാണ് എന്നത്. ഏതായാലും ഈ നടപടി അതാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത്. അധ്യാപകനെതിരെ മൊഴി നൽകിയിരിക്കുന്നത് 7 വിദ്യാർത്ഥികളാണ് നിലവിൽ അധ്യാപകനെതിരെ മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും നടപടി ഉണ്ടാകേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്. പക്ഷേ ഇതൊരു പരാതി നൽകിയാൽ മാത്രമേ അന്വേഷിക്കൂ എന്നുള്ളൊരു രീതിയിലേക്കൊക്കെ പോകുമ്പോൾ എത്ര പേര് പരാതി നൽകും എന്നുള്ളൊരു കാര്യം നമുക്ക് സംശയം തന്നെയാണ്. വളരെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സ്കൂളുകളിലൊക്കെ തന്നെ ഈ കൗൺസിലിംഗ് എത്രത്തോളം ആവശ്യമാണ് എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാകുന്നത്. ഇപ്പോൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഈ 7 വിദ്യാർത്ഥികൾ കൂടെയാണ് അധ്യാപകനെതിരെ മൊഴി നൽകിയിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഒരു അധ്യാപകൻ്റെ ഭാഗത്ത് നിന്ന് വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഈ കുട്ടികളൊക്കെ തന്നെയും മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ പരാതിയുമായിട്ട് തന്നെ രംഗത്തെത്തേണ്ടത് വളരെ ആവശ്യം തന്നെയാണ് ഈ കേസിൽ. അപ്പോൾ അവരുടെ മാതാപിതാക്കളാണെങ്കിലും ആ കുട്ടികൾക്കൊപ്പം പരാതി നൽകാൻ മുന്നിട്ട് നിൽക്കേണ്ടത് അത്യാവശ്യമല്ലേ? ഹലോ 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 സർ, കേൾക്കാമോ? കേൾക്കാം. സാർ, നിലവിലെ ഒരു 7 വിദ്യാർത്ഥികൾ കൂടെയാണ് അധ്യാപകനെതിരെ മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഈ മൊഴി അത് പരാതിയായിട്ട് മാറേണ്ടതാണ് അത്യാവശ്യം. എന്നാൽ മാത്രമേ നിയമ നടപടിയിൽ അല്ലെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കുകയുള്ളൂ. അതിന് ഈ കുട്ടികൾ പരാതി നൽകാൻ വേണ്ടി ഈ അധ്യാപകരുടെ ഒപ്പം തന്നെ മാതാപിതാക്കളും ആ കുട്ടികൾക്കൊപ്പം നിൽക്കേണ്ടേ? പരാതി നൽകേണ്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇവർക്കൊക്കെ തന്നെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമല്ലേ? തീർച്ചയായും ഈ കാര്യത്തിൽ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ സ്വമേധയാ ഇതിനകത്ത് കേസ് എടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഇപ്പോഴും ഒരുപാട് കുട്ടികൾക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടായതായിട്ടുള്ള ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അതോടൊപ്പം രക്ഷിതാക്കൾ കൃത്യമായിട്ട് കുട്ടികളെ ഈ പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അവർക്ക് മൊഴി നൽകാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതോടൊപ്പം ഞങ്ങളും ഇത് വകുപ്പ് തലത്തിൽ തന്നെ കുട്ടികൾക്ക് കൗൺസിലിങ്ങും അതുപോലുള്ള കാര്യങ്ങളും ഒരുക്കി കൊടുക്കാനുള്ള നിർദ്ദേശവും കൂടെ കൊടുത്തിട്ടുണ്ട്. ശരി, വളരെ നന്ദിയുണ്ട് പ്രതികരണത്തിന്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള കൗൺസിലിങ്ങും അതേപോലെ തന്നെ പരാതി നൽകാൻ വേണ്ടിയുള്ള ഒരു ഇടം അത് തന്നെയാണ് നമ്മൾ ഒരുക്കേണ്ടത്. ഏതായാലും കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷനൊക്കെ ഈ ഒരു വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെയാണ് സമീപിച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിലൊക്കെ തന്നെയും കൃത്യമായിട്ടുള്ളൊരു നടപടി അത് ആവശ്യമാണ്. ഏതായാലും നിലവിൽ സ്കൂൾ അധികൃതർ ഇയാളെ പുറത്താക്കിയിട്ടുണ്ട് എന്നൊരു വാർത്തയൊക്കെ പുറത്തു വരുന്നുണ്ട്. ഏതായാലും CWC കൗൺസിലിങ്ങിനിടെയാണ് ഇപ്പോൾ നിലവിൽ 7 വിദ്യാർത്ഥികൾ കൂടെ അധ്യാപകനെതിരെ മൊഴി നൽകിയിട്ടുള്ളത്. വളരെ ഗുരുതരമായിട്ടുള്ളൊരു കേസ് തന്നെയാണ്. അധ്യാപകൻ്റെ അല്ലെങ്കിൽ എത്തിക്സിനെ അടക്കം ചോദ്യം ചെയ്യപ്പെട്ട് ഇരിക്കുകയാണ്. ഇവിടെ ഒരു വിദ്യാർത്ഥി മദ്യം നൽകി ശാരീരികമായിട്ട് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു കാഞ്ചന R. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര് രാജീവർക്ക് ജയിലിൽ വച്ച ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഉറക്കക്കുറവ് മൂലം ദേഹാസ്വാസ്ഥ്യം സംഭവിച്ചതാണെന്നാണ് സൂചന. ജനറൽ ആശുപത്രിയിൽ എത്തിച്ച കണ്ഠര് രാജീവർ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര് രാജീവർക്ക് കുരുക്കുമുറുകുന്നു. ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രി പ്രതി ചേർക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ സാമ്പത്തിക ഇടപാട് നടന്നുവെന്നാണ് SIT കണ്ടെത്തൽ. അതിന്റെ തന്ത്രി കണ്ഠര് രാജീവരുടെ വീട്ടിൽ ഇന്ന് SIT പരിശോധന നടത്തും. പ്രധാന പ്രതിയടക്കമുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ ED തിങ്കളാഴ്ച കോടതിയിൽ സമീപിച്ചേക്കും. നഷ്ടത്തിന്റെ ആകെ മൂല്യം കണക്കാക്കി പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടിയും ഉടൻ ഉണ്ടായേക്കും.
ഏതായാലും തന്ത്രിയുടെ പങ്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു അറസ്റ്റ് ആയിരുന്നു. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അറസ്റ്റ് തന്നെയായിരുന്നു തന്ത്രിയുടെ ഉണ്ടായിരിക്കുന്നത്. SIT കണ്ടെത്തൽ ഒക്കെ തന്നെയും വളരെ നിർണായകം തന്നെയാണ്. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഏതായാലും ഇതൊക്കെ തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മുൻപ് തുടക്കത്തിലൊക്കെ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പല ആവർത്തി വിളിച്ചിരുന്നു. ഈ ഒരു സമയത്തൊക്കെ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഭാഗത്തു നിന്ന് ഒരു കത്ത് ലഭിക്കുന്നു, അതിൽ ഒപ്പിട്ട് നൽകുക മാത്രമാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അഭിജിത്ത് ജെയിൻ കൂടെ ചേരുന്നുണ്ട്. അഭിജിത്ത്, ഈ തന്ത്രി കണ്ഠരരാജയുടെ വീട്ടിൽ SIT സംഘം പരിശോധന നടത്തുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നിലവിൽ എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയിട്ടുണ്ടോ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുള്ള തന്ത്രി കണ്ഠരരാജീവരെ ദേഹാസ്വസ്ഥത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയെന്നുള്ള പുതിയ വിവരം നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് തന്ത്രി നിലവിൽ പാർപ്പിച്ചിരുന്നത്. ജയിലിന്റെ ആംബുലൻസിൽ നിന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെയാണ് ഇപ്പോൾ നിലവിൽ തന്ത്രിയെ എത്തിച്ചിരിക്കുന്നത്. നീണ്ട മണിക്കൂറുകൾ ശേഷം ചോദ്യം ചെയ്ത ശേഷമാണ് ഇത്തരത്തിൽ തന്ത്രിയെ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. വ്യക്തമായിട്ടുള്ള പരിശോധനയ്ക്ക് നിയമോപദേശത്തിന് ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് SIT സംഘം എത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ ദേവസ്വം മാനുവലിൽ തന്ത്രിയുടെ ഭാഗം എടുത്തു പറഞ്ഞുകൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ളത്. അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ വരുന്ന ഒരാളാണ് തന്ത്രി എന്നുള്ളതാണ് മാനുവലിൽ പറയുന്ന കാര്യം. SIT സംഘം രാവിലെ ചെങ്ങന്നൂരിലെ വീട്ടിൽ പരിശോധനയും മറ്റും നടത്തിയിരുന്നു. കോച്ചിയും തന്ത്രിയും തമ്മിൽ വർഷങ്ങളായുള്ള സാമ്പത്തിക ഇടപാട് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് SIT സംഘം അനുമാനിക്കുകയും ചെയ്യുന്നത്. ഇതടക്കമുള്ള റിപ്പോർട്ടുകൾ ഇനിയിപ്പോൾ കോടതിയിൽ സമർപ്പിക്കാനാണ് SIT സംഘം ഒരുങ്ങുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലത്തെ ബന്ധം കോച്ചിയും തന്ത്രിയും തമ്മിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുവഴി ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ദ്വാരപാലക ശില്പ കേസിലും ഒപ്പം തന്നെ കട്ടിളപ്പാളി കേസിലും അടക്കം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങളും നിർണായക രേഖകളും അടക്കം SIT സംഘത്തിന് കിട്ടിയിട്ടുണ്ടെന്നുള്ള ചില സൂചനകൾ നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും തുടർ നീക്കങ്ങളുമായി SIT സംഘം മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുകയും ചെയ്യുന്നത്. തുടർ പരിശോധനകൾ അത് EDയുടെ ഭാഗത്തു നിന്ന്, കേന്ദ്ര അന്വേഷണ ഏജൻസി ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് കൂടി ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി തന്നെ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നുണ്ട്. മേഘ, അങ്ങനെയാണ് പ്രധാനമായിട്ടും തന്ത്രിയുടെ അറസ്റ്റിലൂടെ ഒക്കെ തന്നെയും ഈ കേസിൻ്റെ പ്രസക്തി അത് കൂടുക തന്നെയാണ് ചെയ്യുന്നത്. വാർത്ത ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.